എടാ അപ്പൊ അടുത്ത ചാപ്റ്ററിലേക്ക് പോവാം. ലീനിയർ ഇനീക്വാളിറ്റീസ്. ഓക്കെ, 4 മാർക്കിന്റെ വെയിറ്റേജ് ഉള്ള ചാപ്റ്ററാണ്. കോംപ്ലക്സ് നമ്പറിന് പറഞ്ഞ പോലെ തന്നെ വളരെ കുറച്ച് എന്തെയുള്ളൂ കൺസെപ്റ്റുകൾ മാത്രമേ ഉള്ളൂ. കൂട്ടാനും ഗുണിക്കാനൊക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താക്കാം, വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ ചാപ്റ്ററാണ്. ഓക്കെ, അപ്പൊ ആദ്യ ചോദ്യത്തിൽ 30x 30x ലെസ് ദാൻ 200 30x ലെസ് ദാൻ 200 എന്നിട്ട് പറഞ്ഞിട്ടുണ്ട്. എക്സ് എന്ന് പറയുന്നത് ഒരു നാച്ചുറൽ നമ്പർ ആണ്, അല്ലെങ്കിൽ എക്സ് എന്താണ്, ഇൻഡിജർ ആണ്. അങ്ങനെ 2 ചോദ്യങ്ങളാണ്. ഓക്കെ, അപ്പൊ അത് ചെയ്ത് നോക്കാം നമുക്ക്. 30x ലെസ് ദാൻ 200, ഈ ലെസ് ദാൻ അല്ലെങ്കിൽ ഗ്രേറ്റർ ദാൻ, ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, ഈ സാധനങ്ങളൊക്കെ നമ്മൾ ഇനീക്വാളിറ്റി എന്ന് പറയാം. ഓക്കെ, സാധാരണഗതിയിൽ അതൊരു ഇക്വേഷൻ ആണെങ്കിൽ, അതായത് 30x ഈക്വൽ ടു 200 ആണെങ്കിൽ എക്സിന്റെ വാല്യൂ കാണാൻ വേണ്ടി ആ ലെഫ്റ്റ് സൈഡിൽ നിൽക്കുന്ന 30നെ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുവരും. ആ സമയത്ത് എന്താവും, 200/30 എന്നാവും അല്ലെ. എങ്ങനെയാണോ ഇക്വേഷനുകളിൽ ചെയ്യുന്നത് അതുപോലെ തന്നെയാണ് എവിടെയും ചെയ്യേണ്ടത്, ഈ ഇനീക്വാളിറ്റീസിലും ചെയ്യേണ്ടത്. ചില കേസുകളിൽ മാത്രമാണ് അവിടെ ചെറിയ ഒരു പ്രശ്നം വരിക. ഓക്കെ, അതേതാ കേസ് എന്നുള്ള അങ്ങനത്തെ ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് നമുക്ക് പറയാം. ഇപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ ഇത് വളരെ സിമ്പിളാ. 30x ലെസ് ദാൻ 200 എന്ന് പറഞ്ഞു. അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് എന്ത് ചെയ്യാം, x ലെസ് ദാൻ 200/30 എന്നാവും. കണ്ട, അതായത് ഇൻറ്റുള്ള 30 ഇങ്ങോട്ട് പോയപ്പോൾ എന്തായി, by30 ആയി. ഇവിടെ 0 കട്ട് ചെയ്തു. ദെൻ 20/3 എന്നാണ് വന്നത്. നമുക്കറിയാം 21/3 7 ആണ്. അപ്പോൾ 20/3 എന്ന് പറയുമ്പോൾ ഒരു 6.66 അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരും. അപ്പോൾ എക്സ് ലെസ് ദാൻ 6.66 എന്ന് വേണമെങ്കിൽ നമുക്ക് എഴുതാം. ഓക്കെ, കാൽക്കുലേറ്ററിൽ നോക്കിക്കോളണം കേട്ടോ കറക്റ്റ് എന്താ വാല്യൂ എന്നുള്ള. ഏകദേശം 6 പോയിന്റ് എന്തായാലും വരും. നമുക്കത് മതി. എക്സ് ലെസ് ദാൻ 6 പോയിന്റ്. എന്താ എൻ്റെ അർത്ഥം? എക്സ് എന്ന് പറയുന്നതിന്റെ വാല്യൂ 6.6 ചെറുതാണ് എന്നാണ് എൻ്റെ അർത്ഥം. ശരിയല്ലേ? ഇനി എക്സ് ഒന്നാമത്തെ ചോദ്യത്തിൽ പറഞ്ഞത് എക്സ് ഈസ് എ നാച്ചുറൽ നമ്പർ എന്നാണ്. അതായത് ഈ എക്സിന് കൊടുക്കാൻ പറ്റുന്ന വാല്യൂ എന്താണ്, ഒരു നാച്ചുറൽ നമ്പർ ആണ് എന്നാ പറയുന്നത്. എന്താ നാച്ചുറൽ നമ്പർ? എവിടുന്നാ നാച്ചുറൽ നമ്പർ തുടങ്ങുന്നത്? 1 2 3 4 അങ്ങനെയല്ല നാച്ചുറൽ നമ്പർ തുടങ്ങുക. അപ്പൊ ആലോചിച്ച് നോക്കടാ, ഈ 6.6 ചെറിയ നാച്ചുറൽ നമ്പറുകളുടെ സെറ്റാണ് അതിന്റെ ആൻസർ. ശരിയല്ലേ? അപ്പൊ അത് ഏതൊക്കെ വരും? 1 2 3 4 5 6 ഇതായിരിക്കും ആൻസർ. 6.6 ചെറിയ നാച്ചുറൽ നമ്പറുകൾ. അത് ഇതുപോലെ സെറ്റിന്റെ ഉള്ളിൽ എഴുതി വെച്ചാൽ എന്തായി, ആൻസർ ആയി. ഇനി രണ്ടാമത്തെ ചോദ്യത്തിൽ പറഞ്ഞത് എക്സ് ഈസ് ആൻ ഇൻഡിജർ എന്നാണ്. എക്സ് എന്താണ്? ഒരു ഇൻഡിജർ ആണ്. എക്സ് ഒരു ഇൻഡിജർ ആണ്. അപ്പൊ ആലോചിച്ച് നോക്കടാ, എക്സ് ഈസ് ആൻ ഇൻഡിജർ എന്ന് പറയുന്ന സമയത്ത് എന്തായിരിക്കും, എങ്ങനെയായിരിക്കും വാല്യൂ? എക്സ് 6.6 ചെറിയ ഇൻഡിജർ. ഇൻഡിജർ എന്ന് പറയുമ്പോൾ 1 വരെ അല്ലെങ്കിൽ 0 വരെ, അങ്ങനെ അതിനൊരു ലിമിറ്റ് ഇല്ല അല്ലെ. 0 ഉണ്ട്, -1 -2 -3 -4 അങ്ങനെ -∞ വരെ പോവാം. പക്ഷെ എക്സിന് കൊടുക്കാവുന്ന മാക്സിമം വാല്യൂ എന്തായിരിക്കും? 6 ആയിരിക്കും. ബാക്കിയെല്ലാം അതിലും ചെറുതായിരിക്കും. അപ്പൊ എഴുതി വരുമ്പോ നമുക്ക് എങ്ങനെ എഴുതാം? 6 ഉണ്ട്, 5 4 3 2 1 0 -1 -2 എക്സെട്ര. ഇതായിരിക്കും അതിന്റെ ആൻസർ. എക്സെട്ര എന്നിട്ടാൽ മതി, കാരണം അതങ്ങനെ തീരാതെ പോയിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ ഇതാണ് ആദ്യ ചോദ്യം. 2 മാർക്കിന് ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കാറുണ്ട്. വളരെ എളുപ്പത്തിൽ ചെയ്യാം. ഇനി രണ്ടാമത്തെ ചോദ്യം നോക്കിക്കോ. രണ്ടാമത്തെ ചോദ്യത്തിൽ 5x - 3 ലെസ് ദാൻ 3x + 1 എന്നാണുള്ളത്. ശരിക്കും നമ്മളിതൊരു ഇക്വേഷൻ ആണ് എന്ന് കൺസിഡർ ചെയ്ത് തന്നെ ചെയ്തോ, ഒരു പ്രശ്നമില്ല. അപ്പൊ എന്താണോ ആദ്യം ചെയ്യുക, എക്സിന്റെ കോഎഫിഷ്യന്റുകളുള്ള നമ്പറുകളെല്ലാം കൂടി ഒരു സൈഡിലേക്ക് കൊണ്ടുവരും. സാധാ നമ്പറുകൾ, അതായത് ഇൻഡിജേഴ്സിനെ എല്ലാം വേറൊരു സൈഡിലേക്ക് കൊണ്ടുവരും. ശരിയല്ലേ? അപ്പൊ എങ്ങനെ ഇതിൽ വരിക മാറ്റം? 5x - 3x, അതായത് ഈക്വൽ ടു മീൻസ് ഇനീക്വാളിറ്റിന്റെ അപ്പുറമുള്ള 3x ഇങ്ങോട്ട് വരുമ്പോൾ എന്താവും? -3x ആവും. ലെസ് ദാൻ, ഇവിടെ ഓൾറെഡി 1 ഉണ്ട്, -3 അപ്പം പോകുമ്പോൾ +3. ദാറ്റ് ഈസ്
2x ലെസ് ദാൻ 4 x ലെസ് ദാൻ 4/2 അതായത് 2 എന്ന് വരും. എന്താണ് ഇതിന്റെ അർത്ഥം? എക്സിന്റെ വാല്യൂ 2 ചെറുതാണ്. എക്സിന്റെ വാല്യൂ 2 ചെറുതാണ്. ആദ്യ ചോദ്യത്തിൽ എക്സ് ഇസ് ആൻ ഇൻറ്റീജർ എന്നാ പറയുന്നത്. എക്സിന്റെ വാല്യൂ ഇൻറ്റീജർ ആവണം. അപ്പൊ എക്സിനെ 2 ചെറിയ ഇൻറ്റീജറുകൾ ഏതൊക്കെയായിരിക്കും? 1 ഉണ്ട്, 0 ഉണ്ട്, -1, -2 എക്സെട്ര. ഇതിനെ സെറ്റിന്റെ ഉള്ളിലാക്കി എഴുതിയാൽ ആൻസർ ആയി. ഇനി രണ്ടാമത്തത് എക്സ് ഈസ് എ റിയൽ നമ്പർ എന്നാണ്. ഇങ്ങനെ എക്സ് ഈസ് എ റിയൽ നമ്പർ എന്നാണ് തരുന്നതെങ്കിൽ ആൻസർ എഴുതുന്ന സമയത്ത് വളരെയധികം ശ്രദ്ധിക്കണം. സെറ്റ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ റിയൽ നമ്പർ ആണ് തരുന്നതെങ്കിൽ അതിനെ നമ്മൾ ഫോമിലേക്ക് മാറ്റുമല്ലോ. റോസ്റ്റർ ഫോമിലേക്ക് മാറ്റുന്ന സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, അതായത് റിയൽ നമ്പർ ആണ് സെറ്റ് ബിൽഡർ ഫോമിൽ തന്നതെങ്കിൽ റോസ്റ്റർ ഫോമിലേക്ക് എഴുതുന്ന സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, എന്താ പറഞ്ഞിട്ടുള്ളത്? ഇന്റർവെല്ലുകളാക്കിയാണ് ഇതിനെ എഴുതുക. സെറ്റ് ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റില്ല. എങ്ങനെ എഴുതല്? ഇന്റർവെല്ലുകളാക്കിയാണ് എഴുതുക. ഏത് സമയത്ത് മാത്രം? ഒരു റിയൽ നമ്പർ വരുന്ന സമയത്ത് മാത്രം. അതുപോലെ വേണം ഇവിടെയും എഴുതാൻ. ഇവിടെ എന്താ പറഞ്ഞിട്ടുള്ളതിന്റെ അർത്ഥം? എക്സ് എന്ന് പറയുന്നതിന്റെ വാല്യൂ 2 ചെറുതാണ്. അതായത് 2 എന്ന് പറയുന്നത് ഉൾപ്പെടുന്നില്ല, പക്ഷെ 2ന്റെ തൊട്ടടുത്ത നമ്പർ ഉൾപ്പെടും. അപ്പൊ എങ്ങനെ നമ്മൾ അതിനെ റെപ്രസെന്റ് ചെയ്യുക? ഓപ്പൺ ഇന്റർവെൽ 2. എങ്ങനെ റെപ്രസെന്റ് ചെയ്യും? ഓപ്പൺ ഇന്റർവെൽ 2. ഇനി എക്സിന്റെ വാല്യൂ താഴേക്കല്ലേ പോകുന്നത്, അതായത് കുറഞ്ഞല്ലേ പോകുന്നത്. കുറഞ്ഞു പോയി എവിടെ വരെ എത്തും? 0-ലെത്തി, -ലെത്തി, -10 എത്തി, -100 എത്തി, അങ്ങനെ -∞ വരെ അതിന് പോകാം. അപ്പോ -∞ എന്ന് എഴുതണം. ആ സമയത്തും നമ്മൾ അവിടെ ഉപയോഗിക്കേണ്ടത് എന്ത് തന്നെയാണ്? ഓപ്പൺ ഇന്റർവെൽ തന്നെയാണ്. കേട്ടല്ലോ? അപ്പോ ഇതിന്റെ ആൻസർ എന്ത് വരും? ഓപ്പൺ ഇന്റർവെൽ -∞ to 2. ശരിയല്ലേ? രണ്ട് ഭാഗത്തും ഓപ്പൺ ഇന്റർവെൽ മീൻസ് ഇൻഫിനിറ്റി വരുമ്പോഴും -∞ വരുമ്പോഴും സ്വാഭാവികമായിട്ടും നമ്മൾ ഉപയോഗിക്കേണ്ടത് ഓപ്പൺ ഇന്റർവെൽ ആണ്. 2ന്റെ സ്ഥലത്ത് ഇവിടെ ഓപ്പൺ ഇന്റർവെൽ ഉപയോഗിക്കാൻ കാരണം 2 എന്ത് ചെയ്യുന്നില്ല? ഉൾപ്പെടുന്നില്ല എന്നുള്ളത് കൊണ്ടാണ്. ഓക്കെ, അപ്പൊ അതത്രേ ഉള്ളൂ. ഇനി ഈ ചോദ്യത്തിൽ സോൾവ് 4x + 3 < 6x + 7 എന്ന് മാത്രമേ തന്നിട്ടുള്ളൂ. അത് ഇൻഡിജേഴ്സിലാണോ, നമ്പറിലാണോ, റിയൽ നമ്പറിലാണോ, എങ്ങനെയാണ് സോൾവ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എപ്പോഴാണ്, ഏത് ഇതിലാണ് വാല്യൂ എഴുതേണ്ടതെന്ന് എഴുതിയിട്ടില്ല. അപ്പൊ അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും തരാത്ത സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇവിടെ എക്സിന്റെ വാല്യൂ നമ്മൾ കണ്ടെത്തേണ്ടത് റിയൽ നമ്പറിലായിരിക്കും. എവിടെയായിരിക്കും? റിയൽ നമ്പറിലാണ് വാല്യൂ കണ്ടെത്തേണ്ടത്. കേട്ടല്ലോ? അപ്പോ ഇതിൽ എന്താ ചെയ്യാൻ പറ്റുക? എപ്പോഴും ഇതിലും നേരത്തെ പറഞ്ഞ പോലെ തന്നെ എക്സുകൾ ഒരുമിച്ച് എഴുതാം, നമ്പറുകൾ ഒരുമിച്ച് എഴുതാം എന്നുള്ളതല്ലേ. അപ്പൊ മാക്സിമം നമുക്ക് പറ്റാവുന്ന സമയങ്ങളിലെല്ലാം ഈ എക്സിനെ പോസിറ്റീവ് ആവുന്ന സ്ഥലത്തേക്ക് മാറ്റാൻ പറ്റിയാൽ അതാണ് ഏറ്റവും നല്ലത്. എല്ലാ സമയത്തും അതാണ് നല്ലത്. അപ്പൊ ഇവിടെ എന്ത് ചെയ്താൽ മതി? ഈ 3യുടെ അടുത്തേക്ക് 7നെ കൊണ്ട്, അപ്പൊ 3 - 7 < 6x - 4x എന്ന് വരും. ഓക്കെ, അപ്പൊ എന്ത് വരും? -4 < 2x എന്ന് വരും. ദാറ്റ് ഈസ് -4/2 < x എന്ന് വരും. ദാറ്റ് ഈസ് -2 < x. ഇങ്ങനെയാണ് വരിക. എന്താണ് ഇതിന്റെ അർത്ഥം? ഇതിൽ നോക്കണേ, ആ വായ തുറന്ന് ഇങ്ങനെ നിൽക്കുന്നുണ്ടല്ലോ, അത് എങ്ങോട്ടാ നിൽക്കുന്നത്? എക്സിലേക്കാ നിൽക്കുന്നത്. അതിന്റെ അർത്ഥം എന്താ? എക്സ് ആണ് അവിടെ വലുത്. ആ വായ തുറന്ന ഭാഗമാണ് എപ്പോഴും വലുത് എന്നതിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇതിന്റെ അർത്ഥം ശരിക്കും ഇന്നതാണ്. എന്താണ്? എക്സിന്റെ വാല്യൂ -2 കൂടുതലാണ്. മനസ്സിലാവുണ്ടോ? എക്സിന്റെ വാല്യൂ -2 എന്താണ്? കൂടുതലാണ്. ഇതിലെ ഏറ്റവും ചെറിയ വാല്യൂ ഏതാ? -2. -2 ഉൾപ്പെടില്ല, -2ന്റെ തൊട്ടടുത്തുള്ള നമ്പർ. പിന്നെയുള്ള ബാക്കി എല്ലാ നമ്പറുകളും എവിടെയാണ്? -2 കൂടുതലാണ്. അപ്പൊ കൂടുതലാണ് എന്ന് പറയുമ്പോൾ ഇതിൽ റിയൽ നമ്പർ ഉപയോഗിക്കുമ്പോൾ അത് ഇൻഫിനിറ്റി വരെ പോയിക്കൂടെ? 3, 4, 5, 6 അങ്ങനെ എവിടെ വരെ പോവാം? ഇൻഫിനിറ്റി വരെ പോവാം. അപ്പോ ഇതിൽ എങ്ങനെയാവും നമ്മൾ ആൻസർ എഴുതുക? തുടക്കം എവിടുന്ന? -2 എന്ന് തുടങ്ങും, എന്നിട്ട് അത് കൂടി ഇൻഫിനിറ്റി വരെ പോകും. -2 ആയതുകൊണ്ട് അതിനെ ഓപ്പൺ ഇന്റർവെൽ ആക്കുക. ഇൻഫിനിറ്റിയും എന്ത് തന്നെയാക്കുക? ഓപ്പൺ ഇന്റർവെൽ തന്നെയാക്കുക. സോ ദ ആൻസർ ഈസ് ഓപ്പൺ ഇന്റർവെൽ -2 to ഇൻഫിനിറ്റി. ഓക്കെ, ഇനി അടുത്ത ചോദ്യം നോക്കിക്കോളട്ടാ. ഇപ്പൊ എങ്ങനെയാണോ ചെയ്തത് അതുപോലെയൊക്കെ തന്നെയാണ് ഇതും ചെയ്യുക, പക്ഷെ ഇതിന് കുറച്ചുകൂടി ക്രിയകൾ ചെയ്യാനുണ്ടാവുമെന്ന് മാത്രം. ഓക്കെ, ഇപ്പോ
ഒന്നതിന് എടുത്ത് എഴുതിയാൽ 5 - 2x ഡിവൈഡഡ് ബൈ 3. 5 - 2x ഡിവൈഡഡ് ബൈ 3 ഒന്നും ഭംഗിയില്ല എഴുതാം. 5 - 2x divided by 3 less than or equal to x by 6 minus 5 എന്നുള്ളത്. നമ്മളിതിന് ചെയ്യാനുള്ള സൗകര്യത്തിന് ഈ 5 എന്നുള്ളതിനെ 5/1 എന്ന് എഴുതുകയാണ് കേട്ടോ. അപ്പൊ ഇങ്ങനെയൊക്കെ തരുന്ന സമയത്ത് 5 അല്ലെങ്കിൽ 3 അങ്ങനെ ഒരു നമ്പർ മാത്രമേ തരുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ അതിന് ഈ പറഞ്ഞ പോലെ 5/1 എന്നൊക്കെ എഴുതണം. ഓക്കെ, ഇനി ലെഫ്റ്റ് സൈഡിൽ അങ്ങനെ തന്നെ ആയിക്കോട്ടെ. 5 - 2x divided by 3 less than or equal to, ഇതിനെ എന്ത് ചെയ്യണം, നമ്മൾ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യണം. അപ്പോൾ 6 × 1 എന്താണ് 6 തന്നെയാണ്. ഇതിനങ്ങോട്ട് ചെയ്യുമ്പോൾ x - 30 ഇങ്ങനെ വരും. കേട്ടല്ലോ, എങ്ങനെയാണോ ഇക്വേഷൻ ഉള്ള സമയത്ത് ചെയ്യുക അത് തന്നെ ഇവിടെ ഇനീക്വാളിറ്റി വന്നു എന്ന് മാത്രമേ ഉള്ളൂ, വേറെ ഒരു വ്യത്യാസവും ഇല്ല. ഇവിടെ ഈ ഇനീക്വാളിറ്റിക്ക് പകരം ശരിക്കും ഇവിടെ ഒരു ഈക്വൽ ടു ആണെങ്കിൽ അടുത്ത സ്റ്റെപ്പിൽ നിങ്ങൾ എന്താ ചെയ്യുക, ഈ 6 ഇങ്ങോട്ട് ഗുണിക്കും, 3 ഇങ്ങോട്ട് ഗുണിക്കും, ശരിയല്ലേ? അതുപോലെ തന്നെയാണ് ഇവിടെയും ചെയ്യേണ്ടത്. 6 ഇങ്ങോട്ടും 3 അങ്ങോട്ടും ഗുണിക്കുക. അപ്പൊ എന്ത് വരും, 6 × 5 - 2x ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3 × x - 30. ഓക്കെ, 6 × 5 എന്താ 30. 30 മൈനസ് 6 × 2x എന്താ 12x ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3x - 90 എന്ന് വന്നു. കണ്ടല്ലോ, ഇനിയും നേരത്തെ പറഞ്ഞ പോലെ തന്നെ എക്സുകളെല്ലാം ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോവുക, നമ്പറുകൾ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോവുക. അപ്പോൾ എക്സുകളെ കൊണ്ടുപോകുന്ന സമയത്ത് പോസിറ്റീവ് ഉള്ള സ്ഥലത്തേക്ക് കൊണ്ടുപോവുക ഏറ്റവും നന്നാവുക. അപ്പോൾ എന്ത് ചെയ്യുക, ഈ -19 ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ 30 + 90 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3x + 12x എന്ന് വരും. That is 120 less than or equal to 15x എന്ന് വരും. 120 less than or equal to 15x എന്ന് വരും. x 120/15 എന്ന് വരും. അതെത്ര, 8 അല്ലടാ, 8 അല്ലേ വരിക, 120/15 എന്ന് പറഞ്ഞാൽ 8 വരും അല്ലേ? അപ്പൊ എന്ത് വരും, 8 less than or equal to x ഇങ്ങനെയാണ് വരിക. എന്താ അതിന്റെ അർത്ഥം, 8 ആണ് ഇവിടെ ചെറിയ വാല്യൂ. ആ വായ തുറന്നിരിക്കുന്ന ഭാഗം നോക്ക്, എക്സിലേക്കല്ലേ വായ തുറന്നിരിക്കുന്നത്. അപ്പോ അതിന്റെ അർത്ഥം എക്സ് എന്താണ്, വലുതാ. ഇവിടെ 8 ഉൾപ്പെടുകയും ചെയ്യും, കാരണം ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്ന് എഴുതിയത് കൊണ്ട്. അപ്പോൾ ഇവിടുത്തെ അർത്ഥം 8 ആണ് എക്സിന് ഇവിടെ സ്വീകരിക്കാൻ പറ്റുന്ന ഏറ്റവും ചെറിയ വാല്യൂ. ബാക്കി എല്ലാ എക്സിന്റെ വാല്യൂകളും 8നേക്കാൾ എന്താണ്, കൂടുതലാണ്. 8നേക്കാൾ കൂടുതൽ എന്ന് പറയുമ്പോൾ അതങ്ങനെ പോയി എവിടെ വരെ പോവാം, ഇൻഫിനിറ്റി വരെ പോകാം. ഇനി ഇതിനെ നമ്മൾ ഇന്റർവെല്ലിലാക്കി എഴുതുമ്പോൾ എങ്ങനെ വരും, 8 മുതൽ ഇൻഫിനിറ്റി വരെ. ഇൻഫിനിറ്റിന്റെ അവിടെ ഓപ്പൺ ഇന്റർവെല്ലും 8ന്റെ അവിടെ ക്ലോസ്ഡ് ഇന്റർവെല്ലും കൊടുക്കുക. ഓക്കെ, അപ്പൊ ഇതെന്ത് വായിക്കും, ക്ലോസ്ഡ് ഇന്റർവെൽ 8 to ഓപ്പൺ ഇന്റർവെൽ ഇൻഫിനിറ്റി എന്ന് വായിക്കും. ക്ലോസ്ഡ് ഇന്റർവെൽ 8 എഴുതാൻ കാരണം ഇവിടെ എന്തുണ്ട്, ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഉള്ളത് കൊണ്ടാണ്. കേട്ടല്ലോ, അപ്പൊ അതായി. ഇനി അടുത്ത ചോദ്യം നോക്കിക്കോ. നമ്മൾ ആദ്യം ചെയ്ത ക്വസ്റ്റ്യൻ പോലെ തന്നെയാണ്, വളരെ എളുപ്പം. ഇതിന് എന്ത് ചെയ്താൽ മതി, എക്സുകൾ ഒരു ഭാഗത്തേക്ക് കൊണ്ട്. അപ്പൊ എന്താ, 7x - 5x ലെസ് ദാൻ 9 - 3 ദാറ്റ് ഈസ് 2x ലെസ് ദാൻ 6 എന്ന് വരും. ദാറ്റ് ഈസ് x ലെസ് ദാൻ 3. ശരിയല്ലേ? ഓക്കെ, അപ്പൊ ഇതിന്റെ അർത്ഥം എന്താ, എക്സിന്റെ വാല്യൂ 3നേക്കാൾ ചെറുതാണ്. ആ വായ തുറന്നിരിക്കുന്ന ഭാഗം നോക്കിട്ടാ, വായ തുറന്നിരിക്കുന്ന ഭാഗം കേട്ടാ 3ലേക്കാ. ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇല്ലാത്തതുകൊണ്ട് 3 ഉൾപ്പെടൂല. അപ്പൊ 3ന്റെ തൊട്ടടുത്തുള്ള നമ്പർ എന്തോ അതാണ് ഏറ്റവും വലുത്. ബാക്കി എല്ലാ എക്സിന്റെ വാല്യൂസും എന്താണ്, 3നേക്കാൾ ചെറുതാണ് എന്നാ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോ ഇതിനെങ്ങനെയാവും നമ്മൾ എഴുതുക, എക്സിന്റെ വാല്യൂ ചെറുതല്ലേ, അപ്പൊ എവിടെ വരെ പോവാം, -ഇൻഫിനിറ്റി വരെ പോവാം. -ഇൻഫിനിറ്റി വരെ 3 ഉൾപ്പെടൂല. അതുകൊണ്ട് അത് രണ്ടും എന്താക്കുക, ഓപ്പൺ ഇന്റർവെൽ എഴുതുക. ദാറ്റ് ഈസ് ഓപ്പൺ ഇന്റർവെൽ -ഇൻഫിനിറ്റി to 3 ആണ് അതിന്റെ ആൻസർ. ഇനി ഇതിൽ ഗ്രാഫ് വരയ്ക്കാനും പറഞ്ഞിട്ടുണ്ട്. നമ്പർ ലൈനിൽ ഇതിനെ റെപ്രസെന്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്താക്കുക, ഒരു നമ്പർ ലൈൻ വരച്ചു, ഇതിനെ 0 അടയാളപ്പെടുത്തി, ഇങ്ങോട്ട് 1 2 3 4, ഇവിടെ -1 -2 -3 ഇങ്ങോട്ടും അടയാളപ്പെടുത്തി. കേട്ടല്ലോ, ഇനി എന്ത് ചെയ്യണം, 3യിൽ നിന്ന് ലെഫ്റ്റിലോട്ട്, അതായത് -ഇൻഫിനിറ്റിയിലോട്ടാണ് പോണത് അല്ലെ? അപ്പൊ 3 ആണ് ഇവിടുത്തെ മാക്സിമം, അല്ലെങ്കിൽ വരാൻ പറ്റുന്ന മാക്സിമം വാല്യൂ. 3 ഉൾപ്പെടുന്നുണ്ടോ, ഉൾപ്പെടുന്നില്ല. അതുകൊണ്ട് 3യുടെ ഇവിടെ ഇതേപോലെ ഒരു സർക്കിൾ വരച്ചേക്കാം. കേട്ടാ,
ഈ സർക്കിൾ ഒരു കാരണവശാലും ഇങ്ങനെ വരച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ ഇതുപോലെ ഷെയ്ഡ് ചെയ്യാൻ പാടില്ല. ഈ ഷെയ്ഡ് ചെയ്യൽ എപ്പോഴാ? ഇവിടെ ക്ലോസ്ഡ് ഇന്റർവെൽ ആണ് വരുന്നതെങ്കിൽ നമുക്ക് ഇതേപോലെ ഷെയ്ഡ് ചെയ്യാം. ഓക്കെ, അതിന്റെ അർത്ഥം 3 ഉൾപ്പെടുന്നു എന്നാ. ഇവിടെ ഓപ്പൺ ഇന്റർവെല്ലാണ്, അതായത് 3 ഉൾപ്പെടുന്നില്ല. ആ സമയത്ത് എന്ത് ചെയ്താൽ മതി? ഷെയ്ഡ് ചെയ്യേണ്ട ആവശ്യമില്ല, വെറുതെ ഇതേപോലെ ഒരു സർക്കിൾ മാത്രം വരച്ചു വെക്കാം. അതാണ് ഒന്നാമത്തെ രീതി റെപ്രസെന്റ് ചെയ്യുന്നത്. പിന്നെ എങ്ങോട്ടാ വരുന്നത്? മൈനസ് ഇൻഫിനിറ്റിലോട്ടാ, അതായത് ഇതിന്റെ ലെഫ്റ്റ് സൈഡിലോട്ട് ഇങ്ങനെയാണ് വരുന്നത്. ശരിയല്ലേ? ഇവിടേക്കാണ് വരിക. അപ്പൊ ദാ ഇതേപോലെ ഷെയ്ഡ് ചെയ്ത് നമ്മളൊരു ഏറോ മാർക്ക് ഇട്ടിട്ട് ഇങ്ങനെ റെപ്രസെന്റ് ചെയ്ത് കൊടുക്കുക. ഇവിടേക്കാണ് ഇത് പോകുന്നത്, എക്സിന്റെ വാല്യൂ ഇങ്ങോട്ടാണ് പോകുന്നതെന്ന് ഇതേപോലെ റെപ്രസെന്റ് ചെയ്ത് കൊടുക്കുക. ഇതാണ് ഒരു രീതി റെപ്രസെന്റ് ചെയ്യുന്നത്. രണ്ടാമത്തെ രീതി എന്താണെന്ന് വെച്ചാൽ നോക്കിക്കോ. രണ്ടാമത്തെ രീതി ചെറിയൊരു മാറ്റം മാത്രമേ ഉള്ളൂ. ഇവിടെ നമ്മൾ ഈ വട്ടമിട്ടതിന് പകരം ഓപ്പൺ ഇന്റർവെൽ ആകുമ്പോൾ ഇതേപോലെ ഒരു ഓപ്പൺ ഇന്റർവെൽ ഇവിടെ വരച്ച് വെക്കുക. കേട്ടോ, ഇങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഇതുപോലെ ഒരു ഓപ്പൺ ഇന്റർവെൽ വരച്ച് ബാക്കി എങ്ങോട്ടാണോ പോകേണ്ടത് ഇവിടെ ആകുമ്പോൾ ലെഫ്റ്റ് സൈഡിലേക്ക് പോയി അങ്ങോട്ട് ഒരു ആരോ മാർക്കും വെച്ചാൽ നമ്പർ ലൈനിൽ ഇതിനെ റെപ്രസെന്റ് ചെയ്യുന്ന രീതിയായി. ഓക്കെ, സിമ്പിൾ. അപ്പോൾ ഇതൊരു 2 മാർക്കിന് ചോദിക്കാം. അപ്പൊ അത് വളരെ എളുപ്പമായി. ഇനി നമ്മൾ നേരത്തെ ചെയ്ത പോലത്തെ ഒരു ചോദ്യമാണ്, വളരെ സിമ്പിൾ ആയിട്ട് ഇതിനെയും ചെയ്യാം. ആദ്യം ഒന്ന് എടുത്ത് എഴുതിയാൽ എങ്ങനെ ഉണ്ടാവും? 3x minus 4 all divided by 2 greater than or equal to x plus 1 by 4 minus 1. മൈനസ് 1 നമുക്ക് എങ്ങനെ എഴുതാം? -1 by 1 എന്ന് എഴുതാം. ഓക്കെ, ഇനി എന്തായി? 3x minus 4 by 2 greater than or equal to, ആ റൈറ്റ് സൈഡിലുള്ള സാധനത്തിനെ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ ഇവിടെ താഴെ 4 വന്നു, ഇതങ്ങോട്ട് ഗുണിക്കുമ്പോൾ x plus 1 വന്നു, 4 അങ്ങോട്ട് പോകുമ്പോൾ എന്തായി? -4 ആയി. ശരിയല്ലേ? അതൊരു ഈക്വൽ ടു ആണെങ്കിൽ നിങ്ങൾ എന്താ അടുത്ത സ്റ്റെപ്പ് ചെയ്യുക? ഈ 4 ഇങ്ങോട്ടും 2 ഇങ്ങോട്ടും കൊണ്ടുവരും. അതേപോലെ തന്നെയാണ് ഇവിടെയും ചെയ്യേണ്ടത്. അതിന്റെ മുന്നേ നമുക്ക് എന്ത് ചെയ്യാന്നറിയോ? ഈ 1 - 4 ഇവിടെ വന്നില്ലേ, അതിന് നമുക്ക് -3 അങ്ങ് കൊടുക്കാം. ഓക്കെ, 1 - 4 വന്നതിന് എന്തെന്ന് കൊടുക്കാം? -3 എന്ന് കൊടുക്കാം. ഓക്കെ, തെറ്റില്ലല്ലോ. അപ്പൊ ഇനി 4 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 4 × 3x - 4 greater than or equal to 2 × x - 3. ഓക്കെ, 4 ഉള്ളിലേക്ക് ഗുണിച്ചോ. അപ്പൊ എന്തായി? 12x - 16 greater than or equal to 2x - 6 എന്നായി. ഇനി എന്ത് ചെയ്യാ? എക്സ് എല്ലാം കൂടി ഒരു സൈഡിലേക്ക് കൊണ്ടുവരാടാ. അപ്പോ 12x - 2x greater than or equal to -6 + 16 എന്ന് വരും. ഇതെത്രയാ? 10x greater than or equal to 10, that is x greater than or equal to 1 എന്ന് വന്നു. ശരിയല്ലേ? 10/10 1. എന്താ അതിന്റെ അർത്ഥം? എക്സിന്റെ വാല്യൂ കൂടുതലാണ് ആരെക്കാളും? 1-നേക്കാളും. 1 ഉൾപ്പെടും, ബാക്കിയുള്ളതൊക്കെ 1-നേക്കാളും വലിയ വാല്യൂസ് ആണ് എക്സിന് വരിക എന്നാണ് അർത്ഥം. ഓക്കെ, അപ്പൊ എവിടെ വരെ വരാം? 1 വരും, 2 വരും, 3 വരും. ഈ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഉള്ളത് കൊണ്ടാണ് 1 വരുന്നത്. 1 വരും, 2 വരും, 3 വരും. അങ്ങനെ എവിടെ വരെ വരാം? ഇൻഫിനിറ്റി വരെ വരാം. അപ്പൊ അതിന്റെ സൊല്യൂഷൻ നമ്മൾ എഴുതുമ്പോ ക്ലോസ്ഡ് ഇന്റർവെൽ 1 to ഓപ്പൺ ഇന്റർവെൽ ഇൻഫിനിറ്റി എന്ന് എഴുതാം. ഓക്കെ, ഇനി എങ്ങനെയാവും ഇതിന്റെ സൊല്യൂഷൻ വരയ്ക്കുക? സൊല്യൂഷൻ വരയ്ക്കൽ എങ്ങനെ നോക്കിക്കോ. ഗ്രാഫിക്കലി എങ്ങനെ ഇതിനെ റെപ്രസെന്റ് ചെയ്യാം? നോക്ക് ഗ്രാഫിക്കലി എങ്ങനെ റെപ്രസെന്റ് ചെയ്യാമെന്ന് നോക്കിക്കോ. ഇതേപോലെ ലൈൻ വരച്ചു. 0 1 2 3 4 -1 -2 വരച്ചു. ഇനി 1-ൽ നിന്ന് മേലോട്ട്, അതായത് ഇൻഫിനിറ്റിയിലോട്ട്, പോസിറ്റീവിലോട്ടാണ് പോകേണ്ടത്. ക്ലോസ്ഡ് ഇന്റർവെൽ ആയതുകൊണ്ട് ഇവിടെ ഇതുപോലെ സർക്കിൾ വരച്ച് അതിന്റെ ഉള്ളിൽ ഇതേപോലെ ഷെയ്ഡ് ചെയ്യാം. എന്നിട്ട് ഈ ഭാഗത്തേക്കല്ലേ പോകേണ്ടത്. അപ്പൊ അതാ ഈ ഭാഗത്തേക്ക് ഇങ്ങനെ കറുപ്പിച്ച് ഇങ്ങനെ വരച്ച് ഇവിടെ ഇതേപോലെ ഒരു ആരോ മാർക്ക് കൂടി കൊടുത്താൽ എന്തായി? സൊല്യൂഷനായി, ഗ്രാഫായിട്ടാ. ഒന്നുകിൽ ഇങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം? ഇവിടെ ഇതിന് പകരം ഇതേപോലെ ഒരു ക്ലോസ്ഡ് ഇന്റർവെൽ ഇങ്ങനെ എഴുതിയാലും തെറ്റില്ല. രണ്ടും കൂടി വരച്ചേക്കരുത്, ഏതെങ്കിലും ഒന്നുകിൽ ഇങ്ങനെ വട്ടം വരച്ച് ഉള്ളിൽ ഷെയ്ഡ് ചെയ്യുക, അല്ലെങ്കിൽ ക്ലോസ്ഡ് ഇന്റർവെൽ ചെയ്യുക, 2-1. ഓക്കെ, അപ്പൊ അതാണ് അതിന്റെ ആൻസർ. ഇനി അടുത്ത ചോദ്യം ഒരു അപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യനാണ്. അതായത് ലീനിയർ ഇനീക്വാളിറ്റിയിലെ അപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻ. നേരിട്ട് എന്ത് തന്നിട്ടില്ല? ഇനീക്വാളിറ്റികൾ തന്നിട്ടില്ല. നമുക്ക് ആ ഇനീക്വാളിറ്റി ഇതിൽ നിന്ന് ഉണ്ടാക്കണം, അത്രേ ഉള്ളൂ. അപ്പൊ ക്വസ്റ്റ്യൻ വായിച്ചു നോക്ക്. എന്താ പറയണത്? ഒരു 11ാം ക്ലാസ് പഠിക്കുന്ന ഒരു കുട്ടിയുണ്ട്. ആ കുട്ടിക്ക് ഫസ്റ്റ്
ഫസ്റ്റ് ടേർമിനലിലും സെക്കൻഡ് ടേർമിനൽ എക്സാമിനേഷനിലും തന്ന 2 മാർക്കുകളുണ്ട്. എന്തൊക്കെയാണത്? 62ഉം 48ഉമാണ്. 62 ഉണ്ട്, 48 ഉണ്ട്. 62, 48 എന്ന് പറയുന്ന 2 മാർക്കുകൾ ആ കുട്ടിക്ക് കിട്ടി ഫസ്റ്റ് ടേർമിനലും സെക്കൻഡ് ടേർമിനലും. Find the minimum mark he should get in the annual examination to have an average of at least 60 mark എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ആ കുട്ടി മൂന്നാമതൊരു എക്സാം കൂടി എഴുതി. ഏതാണ് എക്സാം? ആനുവൽ എക്സാം കൂടി എഴുതി. ആ എക്സാമിന് എത്രയോ മാർക്ക് കിട്ടി. ആ മാർക്ക് എത്രയെന്ന് അറിയൂല, അതുകൊണ്ട് തൽക്കാലം അതിനെ എക്സ് എന്ന് കൊടുത്തു. അങ്ങനെ ആ എക്സ് എന്ന് പറയുന്ന മാർക്ക് കൂടി ആനുവൽ എക്സാമിന് ആ കുട്ടിക്ക് കിട്ടിയാൽ ഈ 3 പരീക്ഷയുടെയും കൂടി ആവറേജ് എടുത്ത് നോക്കുമ്പോൾ അത് അറ്റ്ലീസ്റ്റ് 60 വേണം. അതായത് ഏറ്റവും മിനിമം 60 വേണം. 60 കൂടി എന്ന് വെച്ചിട്ട് പ്രശ്നമില്ല, കുറയാൻ പാടില്ല. മിനിമം 60 മാർക്കെങ്കിലും വേണം ആ കുട്ടിയുടെ ആവറേജ്. ഈ പറഞ്ഞ സാധനത്തിനെ എന്താക്കണം? നമ്മളൊരു ഇനീക്വാളിറ്റി ആക്കി മാറ്റണം. അതാണ് ആദ്യത്തെ ആവശ്യം. അപ്പൊ നോക്ക്, ഇവിടെ പറഞ്ഞത് ആവറേജ് എന്ന് പറയുന്ന സാധനമല്ലേ? 3 പരീക്ഷയുടെ മാർക്കിന്റെ ആവറേജ് അല്ലേ കാണേണ്ടത്? എങ്ങനെ കാണും ആവറേജ്? നോക്ക്, 62 ആദ്യത്തെ എക്സാമിലെ മാർക്ക്, 48 രണ്ടാമത്തെ എക്സാമിലെ മാർക്ക്, എക്സ് ആണ് മൂന്നാമത്തെ എക്സാമിലെ മാർക്ക് എന്ന് കരുതിക്കോ. ഇതെല്ലാം കൂടി കൂട്ടി ഡിവൈഡഡ് ബൈ 3 ചെയ്താൽ, ആ 3 മാർക്ക് കൂടി കൂട്ടി ഡിവൈഡഡ് ബൈ 3 ചെയ്താൽ ആ കുട്ടിയുടെ ആവറേജ് മാർക്ക് കിട്ടൂലേ? ഈ ആവറേജ് മാർക്ക് എന്താകണം എന്നാ പറഞ്ഞത്? മിനിമം 60 വരണം. മിനിമം 60 വരണം എന്ന് പറയുമ്പോൾ നമ്മൾ ഇങ്ങനെ എഴുതുക, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 60 എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഏറ്റവും മിനിമം വാല്യൂ ആണ് ഈ 60. ഇതെന്താവാം? 60 ആകാം, അല്ലെങ്കിൽ 60നേക്കാൾ കൂടുതലാകാം. അതുകൊണ്ടാണ് ഈ വായ തുറന്ന ഭാഗം അങ്ങോട്ടിരിക്കുന്നത്, ഈ അടഞ്ഞ ഭാഗം എങ്ങോട്ട് ഇരിക്കണത്? 60ലോട്ടും ഇരിക്കണത്. ഓക്കെ, ഇനി ചെയ്യാൻ എളുപ്പ. 62 48 കൂടി കൂട്ടിക്കോ. എത്ര വരും? 110 അല്ലെ? 110 അല്ലേ? യെസ്, 110 പ്ലസ് എക്സ് ബൈ 3 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 60 എന്ന് വരും. ഇനി എന്ത് ചെയ്യും? ഈ 3 ഇങ്ങോട്ട് ഗുണിക്കും. അപ്പോൾ 110 പ്ലസ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 180, ദാറ്റ് ഈസ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 180 മൈനസ് 110 എന്ന് പറഞ്ഞാൽ 70. അപ്പൊ എന്താകണം? മിനിമം മാർക്ക് 70 കിട്ടണം ആനുവൽ എക്സാമിനേഷന്. അങ്ങനെ മിനിമം മാർക്ക് 70 കിട്ടിയാലേ എന്ത് സംഭവിക്കുള്ളൂ? ഇവിടെ ആവറേജ് സ്കോർ 60 മാറുള്ളൂ. അപ്പൊ ഇതാണ് അതിന്റെ ആൻസർ. ലാസ്റ്റ് നിങ്ങൾ എഴുതി വെച്ചോളണം, എന്ത്? 70 മാർക്കെങ്കിലും മിനിമം കിട്ടിയിട്ടുണ്ടെങ്കിലേ ആവറേജ് 60 കിട്ടുള്ളൂ എന്നുള്ള സംഗതി ഇംഗ്ലീഷിലും കൂടി എഴുതി വെച്ച് 2 വരയും വരച്ചാലേ എന്താവുള്ളൂ? ആൻസർ കംപ്ലീറ്റ് ആവുള്ളൂ. 3 മാർക്ക്. ഇനി അടുത്ത ചോദ്യം നോക്കിക്കോട്ടെ. അടുത്ത ചോദ്യം എല്ലാം ഒരേപോലെ തന്നെ, നമ്മൾ ഇതുവരെ എങ്ങനെയാണോ ചെയ്തത് അതുപോലെ തന്നെ ഉള്ളൂ. പിന്നെ എന്താണെന്ന് വെച്ചാൽ കുറച്ച് മൾട്ടിപ്ലിക്കേഷനും ക്രോസ് ഒക്കെ വരുന്നത് കൊണ്ട് കുറച്ചുകൂടി ക്വസ്റ്റ്യനുകൾ ഉൾപ്പെടുത്തിയെന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതെങ്ങനെ ചെയ്യും? ഇതിൽ ആദ്യം തന്നെ ചെയ്യേണ്ടത് ഇതിന്റെ റൈറ്റ് സൈഡിലുള്ള അല്ലെ, റൈറ്റ് സൈഡിലേക്ക് നോക്കുമ്പോൾ 3ഉം 5ഉം, അതായത് ഡിനോമിനേറ്ററുകൾ രണ്ടും വ്യത്യസ്തമായ 2 സാധനങ്ങൾ അവിടെ കാണാം അല്ലേ? അപ്പൊ ആദ്യം അതിനെ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ഒക്കെ ചെയ്യണം അവിടെ. അപ്പൊ ചെയ്തു നോക്കുക. ഫസ്റ്റ് സ്റ്റെപ്പില് x/2 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, ഇത് കഴിഞ്ഞ് ഇതിനെ ക്രോസ് ചെയ്തോ, 3ഉം 5ഉം കൂടി ചെയ്തോ. അപ്പൊ 15 വരും. 15. ഇനി 5നെ ഇവിടെ ഗുണിക്കണം അല്ലെ? 5 × 5x എന്താ? 25x മൈനസ് 10. ഓക്കെ, ഒറ്റയടിക്കാണ്ട് ഉള്ളിലേക്ക് ഗുണിച്ചതാട്ടോ. 5 × 5x 25x, 5 × -2 -10. ഇനി 3യെ ഈ 7x കൊണ്ടും -3 കൊണ്ടും ഗുണിക്കണം. അത് ഗുണിക്കുന്ന സമയത്ത് അവിടെ വേറൊരു കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കണം. എന്താണെന്നറിയോ? ഇവിടെ നടുവിലായിട്ടൊരു മൈനസ് ഉണ്ട്. അപ്പോൾ ആ മൈനസ് കൂടി അതിനൊക്കെ ഉൾപ്പെടുന്ന സാധനമാണ് എന്ന ബോധ്യം ഉണ്ടായിക്കോട്ടെ കേട്ടാ. അപ്പൊ 3 × 7x എന്താ? 21x. പക്ഷെ ഈ മൈനസ് കൂടി ഉള്ളത് കൊണ്ട് അത് -21x ആയി. ഓക്കെ, ഇനി 3 × -3 എന്താ? -9 ആണ്. മൈനസ് കൂടി ഉള്ളത് കൊണ്ട് +9ഉമായി. ഓക്കെ അല്ലേ? 3 × -3 -9, മൈനസ് കൂടി ഉള്ളത് +9 ആയി. അപ്പൊ ഇങ്ങനെ. ഇനി അടുത്ത സ്റ്റെപ്പിൽ x/2 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, താഴെ 15 അതേപോലെ തന്നെ 25x നിന്ന് 21x കുറച്ചാൽ 4x, -10ഉം +9ഉം കൂടി കൂട്ടിയാൽ -1 കഴിഞ്ഞല്ലോ. ഇനി എന്ത് ചെയ്താൽ മതി? ഈക്വൽ ടു ആണെങ്കിൽ എന്താ ചെയ്യുക? 15 അങ്ങോട്ടും 2 അങ്ങോട്ടും ഗുണിക്കും. അതന്നെ ഇവിടെയും ചെയ്യുക. 15 × x 15x ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 × 4x തന്നെ 8x - 2
മെല്ലെ അങ്ങ് കൊണ്ടുവരെ. അപ്പൊ എന്ത് വരും? 15x minus 8x എന്ന് വരും. ദാറ്റ് ഈസ് 7x greater than or equal to -2. ദാറ്റ് ഈസ് x greater than or equal to -2/7 എന്ന് വരും. കേട്ടാ, എന്താണ് അതിന്റെ അർത്ഥം? എക്സിന്റെ വാല്യൂ -2/7 കൂടുതലാണ്. -2/7 ഉൾപ്പെടുകയും ചെയ്യും, കാരണം ഈക്വൽ ടു ഉള്ളവരുള്ളതുകൊണ്ട്. ഓക്കെ, അപ്പൊ എങ്ങനെ എഴുതും? -2/7 മുതൽ ഇനി കൂടുതൽ എവിടെ വരെ? ഇൻഫിനിറ്റി വരെ. സോ ഇറ്റ് ഈസ് ഓപ്പൺ ഇന്റർവെൽ, ഇവിടെ ക്ലോസ്ഡ് ഇന്റർവെൽ. ഇതായിരിക്കും അതിന്റെ ആൻസർ. ഓക്കെ, വെരി സിമ്പിൾ. ഇനി അടുത്ത ചോദ്യം, ഇതൊരു 2 കൊല്ലം മുന്നേ പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യമാണ്. കുറെ എക്സ് എല്ലാം കൂടി കണ്ടിട്ട് പ്രാന്താവേണ്ട കാര്യമൊന്നുമില്ല, ഭയങ്കര സിമ്പിളാ. ആദ്യത്തെ സ്റ്റെപ്പിൽ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ഇവിടെ ഒരു ബൈ 1 ഇട്ട് കൊടുക്കുക. അതേ ആദ്യം ചെയ്യേണ്ടതുള്ളൂ. ഓക്കെ, ഇനി ചെയ്തു നോക്കടാ. 2 രൂപത്തിൽ നമുക്ക് ഇതിനെ ചെയ്യാം. ഒന്നാമത്തെ രൂപം എന്താന്ന് വെച്ചാലേ, ഇതിനെ വേണമെങ്കിൽ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്തിട്ട് വേണമെന്നുണ്ടെങ്കിൽ ചെയ്യാം. അതായിരിക്കട്ടെ എളുപ്പം. ഇനിയിപ്പോ മറ്റേത് LCM ഒക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ LCM എന്താന്നൊക്കെ ആദ്യം നിങ്ങളെ പഠിപ്പിക്കേണ്ടി വരും. അപ്പൊ അതിന് നിൽക്കാതെ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം? അതിനൊന്ന് ക്രോസ് ചെയ്തിട്ട് ചെയ്യാം. ഏതെങ്കിലും 2 എടുത്തിട്ട് ആദ്യം ക്രോസ് ചെയ്യുക, എന്നിട്ട് ആ കിട്ടിയ ആൻസർ ആയിട്ട് മൂന്നാമത്തേന് ചെയ്താൽ മതി. കേട്ടാ, അപ്പൊ ആദ്യം ഈ എക്സിന് വരെ നമ്മൾ x/1 ഇട്ടു, പ്ലസ് x/2, പിന്നെന്താ x/3 ലെസ് ദാൻ 11. ശരിക്കും LCM എടുത്ത് ചെയ്യണതാണ് ഇതിൽ എളുപ്പം. കേട്ടാ, പിന്നെ ഈ തെറ്റിക്കണ്ട, മനസ്സിലാവാത്ത പ്രശ്നം വരണ്ട എന്ന് എഴുതിയിട്ട് ക്രോസ് ചെയ്യണുള്ളൂ. ഓക്കെ, അപ്പൊ ആദ്യം നമുക്ക് ഇതിനെ രണ്ടിനെയും കൂടി ചെയ്ത് നോക്കുക. ഇതിനെ രണ്ടിനും കൂടി ചെയ്യുമ്പോൾ 1 × 2 2 ആണ്. ഇതിങ്ങ് പോകുമ്പോൾ 2x + x, ബാക്കി എന്താ ഉള്ളത്? x/3 ലെസ് ദാൻ 11 ഉണ്ടാവും. ഓക്കെ അല്ലേ? എന്തായി? 2x + x എന്ന് പറഞ്ഞാൽ 3x/2 + x/3 ലെസ് ദാൻ 11. വീണ്ടും ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ. 2 × 3 6 ആണ്. ഇതിങ്ങോട്ട് വരുമ്പോൾ 9x + 2x ലെസ് ദാൻ 11. അപ്പൊ എന്ത് വരും? 11x/6 ലെസ് ദാൻ 11 എന്ന് വരും. അടുത്ത സ്റ്റെപ്പ് ഇവിടെ ഒരു ബൈ 1 ഇട്ട് കൊടുത്തോ. 1 അങ്ങോട്ടും 6 അങ്ങോട്ടും ഗുണിക്കുക. അപ്പൊ എന്ത് വരും? 11x ലെസ് ദാൻ 66 എന്ന് വരും. ദാറ്റ് ഈസ് x ലെസ് ദാൻ 6 എന്ന് വരും. 66/11 എന്നാണ് 6. എന്താണ് അതിന്റെ അർത്ഥം? എക്സിന്റെ വാല്യൂ 6-നേക്കാൾ ചെറുതാണ്. 6 ഉൾപ്പെടുവോ? പെടൂല. അപ്പൊ എവിടെ വരെ വരാം? -∞ മുതൽ 6 വരെ ഉൾപ്പെടും. രണ്ടും ഓപ്പൺ ഇന്റർവെല്ലിൽ എഴുതിയാൽ അതിന്റെ ആൻസർ ആയി. വെരി വെരി സിമ്പിൾ. വീണ്ടും ചോദ്യം അല്ലെ? ഈ ചോദ്യം ശ്രദ്ധിക്കണം. നേരത്തെ ചോദ്യത്തിൽ നിന്ന് ഇതിനുള്ള വ്യത്യാസം എന്താ? ഇവിടെ നേരത്തെ ചോദ്യങ്ങളിലെല്ലാം ഒരു ഇന്റർവെല്ല് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അല്ലെ? ഇതിലാണെങ്കിലോ 2 ഇന്റർവെല്ലുകൾ ഉണ്ട്. ഇവിടെ ഒരു ഇന്റർവെല്ലും ഉണ്ട്, ഇവിടെ വേറൊരു ഇന്റർവെല്ലും ഉണ്ട്. ഇങ്ങനെ വരുന്ന സമയത്ത് എങ്ങനെ ചെയ്യാം എന്ന് നോക്കിക്കോ. ആദ്യം നമ്മൾ ഇതിനെ സ്പ്ലിറ്റ് പല രൂപത്തിൽ ചെയ്യാട്ടോ. നമ്മൾ ഈ പറയുന്ന രൂപത്തിൽ തന്നെ ചെയ്തോളണം എന്ന് നിർബന്ധമില്ല, ഇങ്ങനെയും ചെയ്യാം. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നു എന്ന് വെച്ചാൽ ഇതിനെ നമ്മളൊന്ന് സ്പ്ലിറ്റ് ചെയ്യാൻ പോവാം. സ്പ്ലിറ്റ് ചെയ്ത് എഴുതുമ്പോൾ എങ്ങനെ വരും? -8 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5x - 3. ഇതാണ് ഒന്നാമത്തെ സ്പ്ലിറ്റ് ചെയ്ത സാധനം. രണ്ടാമത്തതോ 5x - 3 ലെസ് ദാൻ 7. ഇതാണ് രണ്ടാമത് സ്പ്ലിറ്റ് ചെയ്തത്. കേട്ടാ, നിങ്ങൾ തന്നെ ശരിക്ക് നോക്കുമ്പോൾ അതിനെ മനസ്സിലാവും. ആ 2 രൂപത്തിൽ ഇനീക്വാളിറ്റിനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് ഈ 2 രൂപത്തിൽ അതിനെ എഴുതാം. ഓക്കെ, അപ്പോ ഇതില് എങ്ങനെ വരും? ഈ -3 ഇങ്ങോ വരുമ്പോ -8 + 3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5x എന്ന് വരും. ദാറ്റ് ഈസ് -5 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5x എന്ന് വരും. ദാറ്റ് ഈസ് -1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു x. ഇങ്ങനെ വരും. ശരിയല്ലേ? 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 ഇനി ഇവിടെ റൈറ്റിലേക്ക് നോക്കടാ. ഇവിടെയോ 5x ലെസ് ദാൻ 7 + 3, -3 ആണ് വരുമ്പോ +3. ദാറ്റ് ഈസ് 5x ലെസ് ദാൻ 10. ദാറ്റ് ഈസ് x ലെസ് ദാൻ 2. ഇങ്ങനെയും വരും. ശരിയല്ലേ? ഇനി എന്ത് ചെയ്താൽ മതി എന്നറിയോ? നേരത്തെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്തില്ലേ, ഒരുമിച്ച് നിന്ന സാധനത്തിനെ 2ആക്കി വേർപെടുത്തിയില്ലേ? അതേപോലെ ഇവിടെ 2ആയി വേർപെടുത്തുള്ള ഈ സാധനത്തിനെ എന്താക്കുക? ഒരുമിച്ചാക്കിയാൽ ആൻസറായി. എങ്ങനെ ഇതിനെ ഒരുമിച്ചാക്കല്? വളരെ സിമ്പിളാ. -1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു x. ഈ x എന്താന്ന് പറഞ്ഞത്? ലെസ് ദാൻ 2 എന്ന് അവിടെ പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് ഒരുമിച്ച് ചെയ്ത x ലെസ് ദാൻ 2. ഇതാണ് അതിന്റെ ആൻസർ. -1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു x ലെസ് ദാൻ 2.
ഓക്കെ, ഇനി ഇതിനെ എങ്ങനെ നമ്മൾ ഇന്റർവെൽ ഫോമിൽ എഴുതും? ഇതിൽ പ്രത്യേകിച്ചൊന്നും തരാത്തത് കൊണ്ട് തന്നെ അത് റിയൽ നമ്പറിലായിരിക്കും. അപ്പൊ എങ്ങനെ എഴുതും? ക്ലോസ്ഡ് ഇന്റർവെൽ -1 കാരണം ഇവിടെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആണ്, കോമ ഓപ്പൺ ഇന്റർവെൽ 2 കാരണം ഇവിടെ എന്താണ്, അത് ലെസ് ദാൻ മാത്രമേ ഉള്ളൂ. സോ ഇതാണ് അതിന്റെ ആൻസർ. ഇതാ അതേപോലെ തന്നെയുള്ള അടുത്ത ചോദ്യമാണിത്. ഇതിലും എന്ത് ചെയ്യണം? ആദ്യം നേരത്തെ ചെയ്ത പോലെ തന്നെ ഇതിനാദ്യം ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. ഓക്കെ, അപ്പൊ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ എങ്ങനെ വരും? -5 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 - 3x/2. ഇതാണ് ഒന്നാമത്തത്. രണ്ടാമത്തത് എങ്ങനെ എഴുതും? 5 - 3x/2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 8. ഇതാണ് രണ്ടാമത്തത്. ചെയ്യാനുള്ള എളുപ്പത്തിന് ഇവിടെ ഒരു by1 ഇട്ടു, ഇവിടെയും ഒരു by1 ഇട്ടു. ഓക്കെ, ഇനി 1 × 2 എന്താ? 2 ആണ്. 2 × -5 -10 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്ത് വരും? ഇത് ഇങ്ങോട്ട് ചെയ്യുന്ന സമയത്ത് എന്ത് വരും? 5 - 3x എന്ന് വരും. എന്തിനാ ഇവിടെ by2? by2ന്റെ ആവശ്യമില്ലല്ലോ. by2ന്റെ ആവശ്യമില്ല കേട്ടാ, by2ന്റെ ആവശ്യമില്ലല്ലോ. ഇത് ഇങ്ങോട്ടല്ലേ പോയി, ഇത് ഇങ്ങോട്ടല്ലേ ഉണ്ട്. അപ്പോൾ 2 × -5 -10 ഇത് ഇങ്ങോട്ട് വരുമ്പോഴോ 5 - 3x ഇങ്ങനെ വരും. ഇവിടെ ചെയ്യുമ്പോഴോ 1 ഇങ്ങോട്ട് വരും. അപ്പോൾ 5 - 3x ലെസ് ദാൻ ഓർ ഈക്വൽ ടു 16 എന്ന് അവിടെയും വരും. കേട്ടല്ലോ. ഇനി എന്ത് ചെയ്താൽ മതി? ഈ -3x ഇങ്ങോട്ട് കൊണ്ടുവരിക. അപ്പൊ എന്താവും? അത് 3x എന്നാവും. less than or equal to 5 plus 10 minus 10 plus 10 that is 15. That is x less than or equal to 5 എന്ന് വരും. x less than or equal to 5. ഇവിടെയും എന്ത് ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ എപ്പോഴും പറഞ്ഞു ആ എക്സിനെ എപ്പോഴും പോസിറ്റീവ് ആക്കി ട്രീറ്റ് ചെയ്യണം നമുക്ക് നല്ലത് കേട്ടാ. മൈനസ് ആവണ കേസ് പറഞ്ഞിട്ടില്ല ഇതുവരെ. അപ്പൊ എപ്പോഴും പോസിറ്റീവ് ആക്കി ട്രീറ്റ് ചെയ്താലാണ് എപ്പോഴും നന്നാവുക. അപ്പൊ ഈ -3x അപ്പുറം കൊണ്ടുപോയിക്കോ. അപ്പോ ഈ 16 ഇങ്ങോട്ടും വരും. അപ്പൊ എന്താവും? 5 - 16 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3x എന്ന് വരും. അപ്പൊ എന്തായി? 5 - 16 എന്ന് പറഞ്ഞാൽ എത്ര വരും? -11 വരും. -11 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3x എന്ന് വരും. -11/3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു x എന്നും വരും. അപ്പൊ ഇവിടെ നമ്മൾ എന്താക്കി? രണ്ടിനെയും സെപ്പറേറ്റ് സോൾവ് ചെയ്ത് എക്സിന്റെ വാല്യൂ എവിടെ മുതൽ എവിടെ വരെ വരണം എന്നുള്ളതൊക്കെ നമുക്ക് കിട്ടി. ഇനി എന്ത് ചെയ്താൽ മതി? ഈ രണ്ടത്തിനും കൂടി നേരത്തെ ചെയ്ത പോലെ തന്നെ ഒരുമിച്ചാക്കുക അല്ലെ. നമ്മൾ ആദ്യം സ്പ്ലിറ്റ് ആക്കി കണ്ട ചെയ്തു വന്നത്. ലാസ്റ്റ് ഇനി ആൻസറിലേക്ക് എത്താൻ എന്ത് ആക്കണം? ഇനി ഇതിനെ ഒരുമിച്ചാക്കണം. ഒരുമിച്ചാക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് എപ്പോഴും ഏറ്റവും ചെറിയ നമ്പർ ഇതിൽ ഏതാണോ അത് വേണം ആദ്യം എഴുതാൻ. ഇവിടെ ഏതാ ഏറ്റവും ചെറുത്? 5 ഉണ്ട്, -11/3 ഉണ്ട് അല്ലെ. അത് രണ്ടുമല്ല ആൻസറിലുള്ളത്. അതിൽ ഏറ്റവും ചെറിയ നമ്പർ ഏതാ? -11/3. അപ്പൊ ആ കണ്ടീഷനുള്ള സാധനം ആദ്യം എഴുതുക. -11/3 -11/3 എന്താ അതിന്റെ കൂടെ ഉള്ളത്? ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ്. -11/3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് എന്നുണ്ട്. ഇനി അടുത്തത് നോക്കടാ. എക്സ് എന്ന് പറയുന്ന സാധനം ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്തും തന്നിട്ടുണ്ട്? 5 എന്നും തന്നിട്ടുണ്ട്. അപ്പൊ നോക്ക്, ഇതിനെ രണ്ടിനെയും കൂടി ഇതേപോലെ കമ്പൈൻ ചെയ്ത് എഴുതുമ്പോൾ പ്രശ്നം തീർന്നല്ലോ. ഇനി എന്താക്കിയാൽ മതി? ഇതിനെ നമ്മളൊരു ഇന്റർവെല്ലിൽ എഴുതുമ്പോൾ ക്ലോസ്ഡ് ഇന്റർവെൽ -11/3 5 എന്ന് വന്നു. രണ്ടു വരെയും വെച്ചാൽ ആൻസർ ആയി. ഓക്കെ, വെരി സിമ്പിൾ. ഇനി അടുത്ത ചോദ്യം നോക്കിക്കോ. ഇത് നമ്മൾ ഇതിന്റെ മുന്നേ ഇതേപോലെ ഒരു ചോദ്യം ചെയ്തു അല്ലെ. അതിൽ നിന്ന് കുറച്ചുകൂടി വ്യത്യസ്തമായ ഒരു ചോദ്യം എന്നേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ആദ്യം എന്താക്കണം? ഈ എക്സിന്റെ താഴെ ഒരു 1 ഇട്ട് കൊടുക്കുക. അപ്പൊ എന്ത് വരും? x/1 പ്ലസ് x/2 പ്ലസ് x/3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10 പ്ലസ് x/6. 10നെ കണ്ടാലും by1 താഴത്ത് കൊടുക്കുക. ആരിങ്ങനെ വെറുതെ നിർത്തരുത്. ആരിങ്ങനെ ഒറ്റയ്ക്ക് നിൽക്കണുണ്ടായാലും താഴത്തെ ഒരു ബൈ ഇട്ട് കൊടുക്കുക, ഒരു 1 ഇട്ട് കൊടുക്കുക കേട്ടാ. അപ്പൊ അത് ഭംഗിയായിട്ട് മാറും. ഓക്കെ, ഇനി ഇതിൽ ക്രോസ് ചെയ്യാൻ വേണ്ടി ആദ്യത ഇത് രണ്ടാളും കൂടി ചെയ്യുക. അപ്പൊ എന്ത് വരും? താഴെ 2 വരും. ഇങ്ങോട്ട് ചെയ്യുമ്പോൾ 2x പ്ലസ് x എന്ന് വരും. പ്ലസ് x/3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇവിടെയും ക്രോസ് ചെയ്യുക. അപ്പൊ എന്തായി? താഴെ 6. ഇത് ഇങ്ങോട്ട് വരുമ്പോൾ 60 പ്ലസ് x ഇങ്ങനെ വന്നു കേട്ടാ. ഇനി എന്താണ് 2x പ്ലസ് x? 3x/2 പ്ലസ് x/3
ലെസ് ദാൻ ഓർ ഈക്വൽ ടു 60 പ്ലസ് എക്സ് ബൈ 6 എന്ന് വരും. ഓക്കെ, വീണ്ടും ഇതിനെ ക്രോസ് ചെയ്യുന്ന സമയത്ത് 2 × 3 6 ഇവിടെ വന്നു. ഇങ്ങോട്ട് ചെയ്യുമ്പോൾ 9x പ്ലസ് 2x ലെസ് ദാൻ ഓർ ഈക്വൽ ടു 60 പ്ലസ് എക്സ് ബൈ 6 എന്ന് വന്നു. നോക്കടാ, ഈ ഇനീക്വാളിറ്റിയുടെ ലെഫ്റ്റ് സൈഡിൽ താഴെയും റൈറ്റ് സൈഡിൽ താഴെയും 6 6 എന്ന് പറയുന്ന രണ്ട് നമ്പറുകളില്ലേ, മൂപ്പരമെല്ലാം ഇങ്ങനെ ക്യാൻസൽ ചെയ്തോ. സാധാരണ രീതിയിൽ നമ്മൾ ഈക്വൽ ടു ആണ് വരുന്നതെങ്കിലും ഇതുപോലെ ക്യാൻസൽ ചെയ്യുമല്ലോ, അപ്പൊ അതേപോലെ തന്നെ അതിനെ ക്യാൻസൽ ചെയ്തു. ഓക്കെ, ഇനി എന്താണ് 9x പ്ലസ് 2x 11x ലെസ് ദാൻ ഓർ ഈക്വൽ ടു 60 പ്ലസ് എക്സ് എന്ന് വരും. എക്സ് അങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ എന്താവും 10x ലെസ് ദാൻ ഓർ ഈക്വൽ ടു 60 എന്ന് വരും. ദാറ്റ് ഈസ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 6 എന്ന് വരും. ശരിയല്ലേ? എന്താണ് അതിന്റെ അർത്ഥം? എക്സിന്റെ വാല്യൂ മാക്സിമം 6 ആണ്, ബാക്കിയുള്ള വാല്യൂസ് എല്ലാം 6-നേക്കാൾ ചെറുതാണ് അല്ലേ? ഇത് റിയൽ നമ്പറിലായതുകൊണ്ട് തന്നെ നമുക്ക് എങ്ങനെ എഴുതാം? മൈനസ് 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 ഇൻഫിനിറ്റി മുതൽ 6 വരെ. മൈനസ് ഇൻഫിനിറ്റിന്റെ അവിടെ ഓപ്പൺ ഇന്റർവെൽ കൊടുക്കുക, 6ന്റെ അവിടെ ക്ലോസ്ഡ് ഇന്റർവെൽ കൊടുക്കുക. അപ്പൊ അത് അത്രയേ ഉള്ളൂ. ഇനി ഇതിനെ നമ്പർ ലൈനിൽ റെപ്രസെന്റ് ചെയ്യാനാ പറഞ്ഞത്, ശരിയല്ലേ? നമ്പർ ലൈനിൽ റെപ്രസെന്റ് ചെയ്യാൻ പറഞ്ഞു, അത് ചെയ്തൂടെ? അതിനെന്തെങ്കിലും പ്രശ്നമുണ്ടോ? നമ്പർ ലൈനിൽ റെപ്രസെന്റ് ചെയ്യാൻ പറഞ്ഞാൽ അതിനെ ചെയ്ത് നോക്ക്. ഇതേപോലെ വരയ്ക്കുക. ഇവിടെ 0, ഇവിടെ 1 2 3 4 5 6. ഇങ്ങോട്ട് വരുമ്പോൾ -1 -2 -3 അങ്ങനെ ഇങ്ങോട്ടും. ഇനി 6-നേക്കാൾ ചെറുത് എന്നല്ലേ പറഞ്ഞത്? 6 ഉൾപ്പെടൂലേ? അപ്പൊ ദാ ഇവിടെ ഇങ്ങനെ ഇത് വരയ്ക്കുന്നു, ഇങ്ങനെ ഇങ്ങോട്ട് ലെഫ്റ്റിലോട്ട് വരുന്നു, ആരോ മാർക്ക് ഇടുന്നു, സംഗതി ആൻസർ ആയി. ഓക്കെ, വെരി സിമ്പിൾ ചോദ്യം. ഇനി അടുത്ത ചോദ്യം സൊല്യൂഷൻ കാണാനാണ്, റിയൽ നമ്പറിലാണ്, നമ്മൾ ചെയ്ത ടൈപ്പ് ക്വസ്റ്റ്യൻ തന്നെയാണ്. 5x - 3 ലെസ് ദാൻ 3x പ്ലസ് 1. എന്ത് ചെയ്യും? 3x കണ്ടു കൊണ്ടുവരിക. 5x - 3x ലെസ് ദാൻ 1 പ്ലസ് 3 എന്ന് വരും. ദാറ്റ് ഈസ് 2x ലെസ് ദാൻ 4 x ലെസ് ദാൻ 2 എന്ന് പറഞ്ഞാൽ എക്സിന്റെ വാല്യൂ 2 ആണ് മാക്സിമം. 2 ഉൾപ്പെടൂല, അതുകൊണ്ട് അത് ഓപ്പൺ ഇന്റർവെൽ വരണം. ബാക്കി എല്ലാ എക്സിന്റെ വാല്യൂസും 2-നേക്കാൾ ചെറുതാണ്, അപ്പൊ -ഇൻഫിനിറ്റി വരെ പോവും. അപ്പൊ ഏതാ ആൻസർ? ഡി ഓപ്ഷൻ. ഓപ്ഷൻ ഡി ആണ് ആൻസർ. ഓക്കെ, ഇതോടുകൂടി സ്ലൈഡിലെ ചോദ്യങ്ങൾ കഴിഞ്ഞു. ഓക്കെ, എക്സ്ട്രാ ഒരു ചോദ്യം കൂടി. അതായത് നമ്മൾ ആ 2 ഇനീക്വാളിറ്റി വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ഇല്ലേ, നമ്മൾ 2 ചെയ്തിട്ടുള്ളൂ. അപ്പൊ അതിലെ ഒരു ചോദ്യം കൂടി എഴുതിയെടുക്കണേ. 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2x + 3/5 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4. ഇതാണ് ചോദ്യം. നേരത്തെ ചെയ്ത പോലെ തന്നെ പ്രത്യേകിച്ച് ടിസ്റ്റോ കാര്യങ്ങളോ ഒന്നുമില്ല, ഒരു ചോദ്യം കൂടി പരിചയപ്പെടുത്തി എന്നേ ഉള്ളൂ. എങ്ങനെ ചെയ്യണം? ആദ്യം ഇതിനെ സ്പ്ലിറ്റ് ചെയ്ത് 2 ആക്കണം. അപ്പൊ എന്ത് വരും? 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2x + 3/5. ഇതാണ് ഒന്നാമത്തെ സ്പ്ലിറ്റ്. രണ്ടാമത്തേത് എങ്ങനെ വരും? 2x + 3/5 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4. ഇതാണ് രണ്ടാമത്തെ സ്പ്ലിറ്റ്. ഇവിടെ ഒരു /1 ഇട്ട് കൊടുക്കുന്നു, ഇവിടെ ഒരു /1 ഇട്ട് കൊടുക്കുന്നു. 5 ഇങ്ങോട്ട് പോകും, 1 അങ്ങോട്ട് പോകും. അപ്പൊ എന്തായി? 5 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2x + 3. ഇവിടെ ആണെങ്കിലോ 2x + 3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 20 എന്ന് വരും. ശരിയല്ലേ? ഇനി എന്താക്കണം? 3 അപ്പുറം കൊണ്ടുപോവുക. അപ്പൊ എന്തായി? 2x 5 - 3 എന്ന് വരും. ദാറ്റ് ഈസ് 2. 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2x. ഇവിടെ ആണെങ്കിലോ 2x ലെസ് ദാൻ ഓർ ഈക്വൽ ടു 17 എന്ന് വരും. ശരിയല്ലേ? ഇനി 2-നെ അങ്ങോട്ട് കൊണ്ടുപോയാൽ എന്തായി? 2/2 എന്ന് വരും. ദാറ്റ് ഈസ് 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു x. ഇവിടെ വരുമ്പോഴോ x ലെസ് ദാൻ ഓർ ഈക്വൽ ടു 17/2. നേരത്തെ പറഞ്ഞാൽ എന്താ? ഏതാണോ ചെറിയ നമ്പർ അത് വെച്ചിട്ടുള്ളത് ആദ്യം എഴുതുക. ഇവിടെ 1 ആണ്, അപ്പൊ ആദ്യം എഴുതുമ്പോൾ 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു x. ബാക്കി എന്താ ഉള്ളത്? ലെസ് ദാൻ ഓർ ഈക്വൽ ടു 17/2. രണ്ടും കൂടി കൂട്ടി യോജിപ്പിച്ച് ആദ്യത്തെ രൂപത്തിൽ തന്നെ ആക്കി. ഇനി ഇതിനെ ഇന്റർവെൽ ആക്കി എഴുതുമ്പോൾ ക്ലോസ്ഡ് ഇന്റർവെൽ 1 to 17/2 എന്ന് മതി. രണ്ടും ക്ലോസ് തന്നെയാണ്, ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഉള്ളതുകൊണ്ട്. അപ്പൊ ഇത്രയാണ് ഇനീക്വാളിറ്റി എന്ന് പറയുന്ന ചാപ്റ്ററിലുള്ളൂ. വളരെ സിമ്പിൾ ചാപ്റ്റർ, പ്രത്യേകിച്ച് ഒന്നുമില്ല. ഓക്കെ, അതിന് ഇതിൽ ഒരു കാര്യം കൂടി, എപ്പോഴും ഈ എക്സിന്റെ കോഎഫിഷ്യന്റിനെ പോസിറ്റീവ് ആക്കി ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പൊ പിന്നെ പ്രത്യേകിച്ച് വേറെ മാറ്റങ്ങളൊന്നും അവിടെ ഇല്ല. അതേസമയം ചെറിയൊരു ടിസ്റ്റ് വരാനുള്ള ഒരു സാധനം ഇപ്പൊ ഇങ്ങനെയാണെന്ന് എഴുതിക്കോ. -2x ലെസ് ദാൻ 6. ഇതാണ് ചോദ്യം. ഇതിൽ എക്സിനെ നമുക്ക് സോൾവ് ചെയ്യണം, ഇതാണ് ചോദ്യം എന്ന് കരുതിക്കോ.
ഓക്കെ. ഈ സമയത്ത് ശരിക്കും എക്സിനെ ഇവിടെ നിർത്തി -2 നമ്മൾ ആ ഇനീക്വാളിറ്റിയുടെ സൈഡിലേക്ക് അപ്പുറത്തേക്ക് കൊണ്ടുവരികയാണല്ലോ. അപ്പോൾ ഇവിടെ ഈ ഇനീക്വാളിറ്റിക്ക് ചെറിയ ചേഞ്ച് സംഭവിക്കും. ഇവിടെ ഈ ലെസ് ദാൻ എന്ന് പറയുന്ന ഇനീക്വാളിറ്റി ഗ്രേറ്റർ ദാൻ എന്നായി മാറും. അപ്പൊ എങ്ങനെ വരും? എക്സ് ഗ്രേറ്റർ ദാൻ 6 ഡിവൈഡഡ് ബൈ -2 ദാറ്റ് ഈസ് എക്സ് ഗ്രേറ്റർ ദാൻ -3 ഇങ്ങനെയാണ് ആവുക കേട്ടാ. ഏത് സമയത്ത് മാത്രമേ അത് വരുള്ളൂ അത് മനസ്സിലാക്കണം. ഏത് സമയത്ത് മാത്രമേ അത് വരുള്ളൂ. ഇതേപോലെ ഈ ഡിവിഷനായിട്ടോ ഇവിടെ ശരിക്കും ഈ -2 എന്ന് പറയുന്ന സാധനം ഇങ്ങോട്ട് പോകുമ്പോൾ എന്താവുന്നത്? ഡിവിഷനായിട്ടല്ലേ പോകുന്നത്. അങ്ങനെ ഡിവിഷനായിട്ട് പോവുകയോ അല്ലെങ്കിൽ മൾട്ടിപ്ലിക്കേഷനായിട്ട് പോവുകയോ ചെയ്യുമ്പോൾ മാത്രമേ എന്ത് സംഭവിക്കുള്ളൂ? ഈ ഇനീക്വാളിറ്റിക്ക് ചേഞ്ച് വരുള്ളൂ. കാരണം ഇവിടെ വേറൊരു ചോദ്യത്തിൽ, വേറെ 1-2 ചോദ്യത്തിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. നോക്കാം ഇവിടെ. ഇവിടെ നോക്ക്, ഈ ഒരു ചോദ്യത്തില് -3x എന്ന് പറയുന്ന സാധനം ഇവിടെ ഇനീക്വാളിറ്റി ഇപ്പുറത്തേക്ക് പോയി. അപ്പൊ 3x ആയി. പക്ഷെ ഇവിടെ ഇനീക്വാളിറ്റിക്ക് ചേഞ്ച് ഒന്നും വന്നിട്ടില്ല. എന്തുകൊണ്ടാണ് അവിടെ ചേഞ്ച് വരാത്തത്? അവിടെ മൾട്ടിപ്ലിക്കേഷൻ ആയിട്ടല്ല പോകുന്നത്, അല്ലെങ്കിൽ ഡിവിഷൻ ആയിട്ടല്ല പോകുന്നത്. ഇത് -3x നമ്മൾ നേരെ അങ്ങോട്ട് കൊണ്ടുവരുള്ളൂ. ആ പറഞ്ഞതും ഈ ചെയ്തതും തമ്മിൽ വ്യത്യാസമുണ്ട്. ഇവിടെ എന്താ സംഭവിച്ചത്? ഇപ്പൊ -5x ലെസ് ദാൻ 10 ആണെങ്കിൽ എന്ത് സംഭവിക്കും? എക്സ് -5 ഇങ്ങോട്ട് പോകുമ്പോൾ എന്താവല്ലേ? 10/-5 എന്ന് വരും. അപ്പൊ ഇങ്ങനെ എഴുതാൻ പാടില്ല. ഇത് നേരെ തിരിയും, ഇങ്ങനെ വരും. എക്സ് ഗ്രേറ്റർ ദാൻ 5/-10 വരും കേട്ടാ. അപ്പൊ ആ ഒരു മാറ്റം ശ്രദ്ധിക്കണം. അതേസമയം ഇങ്ങനെയാണെങ്കിൽ -3x + 6 ലെസ് ദാൻ 10 + 5x ഇങ്ങനെയാണ് ചോദ്യം നൽകിക്കോ. ഇതില് പിന്നെ ഈ -3x നമ്മൾ അങ്ങ് കൊണ്ടുപോകുമ്പോൾ, അതേപോലെ 10 കൊണ്ടുപോകുമ്പോൾ 6 - 10 ലെസ് ദാൻ 5x -3x അങ്ങോട്ട് പോകുമ്പോൾ എന്താവും? +3x ആവും. അപ്പോ എന്തിന് മാറ്റം വരില്ല? ഈ ചിഹ്നത്തിന് മാറ്റം വരില്ല. കാരണം അത് ഡിവിഷൻ ആയിട്ടോ മൾട്ടിപ്ലിക്കേഷൻ ആയിട്ടോ അല്ല പോകുന്നത് കേട്ടാ. അപ്പോ ആ ഒരു മാറ്റം കൂടി ശ്രദ്ധയിൽ ഉണ്ടായിക്കോട്ടെ. ഇതേപോലെ വന്ന് ഇതിനെ ഇങ്ങോട്ട് കൊണ്ടുപോകുന്ന സമയത്ത് എന്താവും? ആ ഇനീക്വാളിറ്റിക്ക് ചേഞ്ച് വരും. ഓക്കെ. അപ്പൊ അതത്രേ ഉള്ളൂ. വേറെ സംഗതികളൊന്നും ഈ ചാപ്റ്ററിൽ ഇല്ല. ഇനി ഒരു എക്സ്ക്ലൂസീവ് ക്വസ്റ്റ്യന്റെ വീഡിയോ ആയിട്ട് ആനന്ദ് സാർ വരും. ഓക്കെ. ആ സമയത്ത് കുറച്ചുകൂടി അപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യനും കൂടി ചെയ്യും. അത് ചോദിക്കാൻ വളരെ സാധ്യത കുറവാണ്. ഇനി ഒരു പക്ഷേ എക്സാം ടഫ് ആക്കണം എന്ന് ചോദ്യം ഇടുന്നവർക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ മാത്രം ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യനുകളാണ്. അല്ലെങ്കിൽ ഇത് മാത്രം എന്ത് ചെയ്താൽ മതി? പഠിച്ചാൽ മതി. ഓക്കെ.